വന്ദേമാതരം വിഷയത്തിൽ വന്ദേമാതരം ആലപിക്കേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിൽ 1937 മുതൽ കോൺഗ്രസിൽ ചർച്ച നടക്കുന്നതാണ്. ആ ചർച്ചയ്ക്ക് ശേഷം അതിലൊരു തീരുമാനമെത്തി ആദ്യ 2 ചരണങ്ങൾ പാടിത്തുടങ്ങിയതാണ് പരിപാടികളിൽ. ദേശീയ ഗീതമായി പിന്നീട് അത് ഉയർത്തപ്പെട്ടു. അപ്പോഴും ആ 2 ചരണങ്ങൾ നിലനിർത്താനുള്ള കാരണം എന്ത് എന്നുള്ളതിൻ്റെ വിശദമായ ചർച്ചയിൽ കോൺഗ്രസ് ഏർപ്പെട്ടതാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ 80-ാം സ്വാതന്ത്ര്യത്തിൻ്റെ 80-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പക്ഷേ അവിടെ ചെറിയൊരബദ്ധം കോൺഗ്രസ്സിന് പറ്റിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ AICC ആസ്ഥാനത്തെ ചടങ്ങിൽ പൂർണ്ണരൂപമാണ് വന്ദേമാതരത്തിൻ്റെ പൂർണ്ണരൂപമാണ് ഇപ്പോൾ ആലപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് വന്ദേമാതരത്തിൻ്റെ പൂർണ്ണരൂപം ആലപിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ കേരളത്തിലടക്കം അതാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് വിട്ടുനിൽക്കുമ്പോഴാണ് പക്ഷേ AICC ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇതിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ടല്ലോ രാകേഷ്. ഈ വന്ദേമാതരം ഇപ്പോൾ വന്ദേമാതരം ആലപിക്കണമെന്ന് ഒരു നിയമം ഇല്ല. പക്ഷേ വന്ദേമാതരം തടസ്സപ്പെടുത്തിയാൽ അത് ശിക്ഷാർഹമായ കുറ്റമാണ് എന്ന നിലയ്ക്കാണല്ലോ ഇവിടെ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി എന്നുള്ള വ്യാഖ്യാനം വേണമെങ്കിൽ വരാം. അതെ, തീർച്ചയായും അങ്ങനെ വരാം. കാരണം ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെയാണ് അത്തരമൊരു ബില്ല് പാസ്സാക്കി അത് നിയമമാക്കി മാറ്റിയത്. ആ ചർച്ചയിൽ പോലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധമൊക്കെ തന്നെ പ്രതിപക്ഷം ഉയർത്തിയതാണ്. കോൺഗ്രസ് അടക്കമുള്ളവർ അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തില്ല. പക്ഷേ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട പാർട്ടി DMK ആണ്. അന്ന് DMK ഉന്നയിച്ചത് ഇത്തരത്തിൽ രാജ്യത്തെ വിഭജിക്കാനാണ് നിങ്ങൾ ഇത്തരത്തിൽ വന്ദേമാതരം ഈ നിയമം കർക്കശമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കനിമൊഴി അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ തടസ്സപ്പെടുത്തിയാൽ അത് ശിക്ഷാർഹമാണ് എന്ന കാര്യമാണ്. സ്വാഭാവികമായും അത്തരമൊരു വ്യാഖ്യാനം ഇതിന് നൽകും ഭരണപക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സോണിയാഗാന്ധി തന്നെയാണ് ഈ വന്ദേമാതരത്തിന് ഇടയിൽ ഇടപെടുന്നതും അവിടെ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കൊണ്ട് അതിർത്തി അറിയിക്കുന്നതും ഒപ്പം തന്നെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സോണിയാഗാന്ധിയും ഖർഗെയും ഒക്കെ തന്നെ സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ ഗാന്ധിയുടെ മുഖത്തും രാഹുൽ ഗാന്ധിയും ഈ നേതാക്കളെ നോക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. സ്വാഭാവികമായും അത്തരം വാദത്തിലേക്ക് BJP എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും BJPയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരം പ്രതികരണങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. കാരണം ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ആസ്ഥാനത്ത് AICC ആസ്ഥാനത്ത് നടന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ അത്തരം പ്രതികരണങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്കൊക്കെ തന്നെ BJP കടക്കുകയും ചെയ്യും. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം പക്ഷേ AICC ആസ്ഥാനത്ത് പാർട്ടിയുടെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അത്തരമൊരു ജാഗ്രത കുറവ് പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും ഇത്തരത്തിൽ രാജ്യത്ത് ആദ്യമായി സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം ആലപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ചെങ്കോട്ടയിൽ ചരിത്ര നിമിഷം എന്ന് നേതാക്കളൊക്കെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വിശദീകരിക്കുമ്പോഴാണ് അതിന് വിരുദ്ധമായ നിലപാട് 1937 മുതൽ സ്വീകരിച്ചു വന്നിരുന്ന കോൺഗ്രസ് 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതി എന്ന നിലപാടെടുത്തിരുന്ന കോൺഗ്രസ് ഗാനം ദേശീയ ഗീതം മുഴുവനായി ആലപിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് വരും മണിക്കൂറുകളിൽ വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും BJP അത് വലിയ തോതിൽ രാഷ്ട്രീയ വിഷയമായി രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മാറ്റും എന്ന കാര്യത്തിലും സംശയമില്ല. റൈറ്റ്. എന്തായാലും ഇതൊരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു ഗായക സംഘത്തെ ഏർപ്പാടാക്കിക്കൊണ്ട് നടത്തിയ പരിപാടി ആയിരിക്കാനല്ലേ സാധ്യത. അവർക്ക് കൃത്യമായ നിർദ്ദേശം പക്ഷേ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. അതിനല്ലേ സാധ്യത. ആ തരത്തിലൊരു വിശദീകരണം ആയിരിക്കില്ലേ വരിക. കാരണം ഈ നിയമം പാസ്സാക്കുന്ന ഘട്ടത്തിൽ അത് ബഹിഷ്കരിച്ച് പുറത്തു പോയ പാർട്ടിയാണ് കോൺഗ്രസ് പാർലമെന്റിൽ നിന്ന്. ഇത്തരമൊരു സാഹചര്യത്തിൽ വിശദീകരണം അനിവാര്യവുമാണ്. തീർച്ചയായും വിശദീകരണം അനിവാര്യമാണ്. കാരണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദീകരണം അനിവാര്യമാണ്. ഏതായാലും സേവാദൾ ആയിരിക്കാം സ്വാഭാവികമായും ഇത്തരം ചടങ്ങുകൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകാറുള്ളതും അതിന്റെ മുൻനിരയിൽ ഉണ്ടാവാറുള്ളതും സേവാദൾ പ്രവർത്തകരാണ്. സ്വാഭാവികമായും അവർ ഏർപ്പെടുത്തിയ ഗായക സംഘം അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കാം ഇത് ആലപിച്ചിട്ടുണ്ടാവുക. ഏതായാലും ആ ദൃശ്യങ്ങളിൽ അക്കാര്യം വ്യക്തമാണ്. സോണിയാഗാന്ധി ഒരു നേതാവിനോട് സംസാരിക്കുന്നുണ്ട്. എന്താണ്
സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വന്ദേമാതരം ആലപിക്കുന്ന ഘട്ടത്തിൽ തന്നെ സോണിയാഗാന്ധിയുടെ ഭാഗത്ത് അത്തരം പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. സോണിയാഗാന്ധി ഖർഗെയ്ക്ക് അപ്പുറം നിൽക്കുകയായിരുന്ന സേവാദൾ പ്രവർത്തകനെയാണ് അവിടെ വിളിച്ചു വരുത്തി ഇതെന്താണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും അയാളോട് സംസാരിക്കുന്നത് കാണാം. അതിനുശേഷമാണ് സോണിയാഗാന്ധിയുടെ സമീപത്തേക്ക് എത്തുന്നതും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വിശദീകരണം തേടിയ ശേഷമായിരിക്കാം കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഏതായാലും ഈ വിഷയത്തിൽ ഇനി ഉണ്ടാവുക. ഏതായാലും ഇതൊരു വലിയ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. ഹർഷൻ. റൈറ്റ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് അത് കടക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇടപെടുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും ഈ സേവാദൾ പ്രവർത്തകനോട് വിശദീകരണം ചോദിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്ദേമാതരം പൂർണ്ണ രൂപത്തിലാണ് ഇന്നിപ്പോൾ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ആലപിച്ചത്. അതിൽ ആലപിക്കുന്ന ഘട്ടത്തിൽ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അതേ തുടർന്ന് സേവാദൾ പ്രവർത്തകനോട് ഇതിൻ്റെ കാര്യങ്ങൾ ആരായുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നാടകീയമായ രംഗങ്ങളാണ് ഈ AICC ആസ്ഥാനത്ത് അരങ്ങേറിയത് എന്നതുകൂടിയാണ്. കോൺഗ്രസ്സാണ് വന്ദേമാതരം പൊതുവേദികളിൽ ആലപിച്ച് തുടങ്ങിയത് എന്നുള്ള സാഹചര്യം എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഉപദേശം കൂടി അനുസരിച്ചാണ് അതിൻ്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടുക എന്നുള്ളത് സ്ഥിരമാക്കിയത്. ഇപ്പോൾ അത് ശിക്ഷാർഹമായ ഒരു കുറ്റമായി, വന്ദേമാതരത്തെ തടസ്സപ്പെടുത്തുന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റമായി നിയമം പാസ്സാക്കുക കൂടി ചെയ്തതോടെ അതുമാത്രമല്ല ഈ സർക്കാർ പരിപാടികളിൽ പൊതുപരിപാടികളിലൊക്കെ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണ രൂപം ആലപിക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം കൂടി വന്നതോടെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് വീണ്ടും ഒരു നിലപാട് സ്വീകരിച്ചത്. കേരളത്തിലടക്കം VD സതീശൻ സർക്കാർ അക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിച്ചത് നമ്മൾ കണ്ടു. പക്ഷേ അപ്പോൾ AICC ആസ്ഥാനത്ത് ഇതിൻ്റെ പൂർണ്ണ രൂപം ആലപിക്കുന്ന സാഹചര്യം കൊണ്ട് തീർച്ചയായും അതിന് സംശയമൊന്നും വേണ്ട. അത് ഗായക സംഘത്തെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അവരത് അങ്ങ് ആലപിച്ചു എന്നത് തന്നെയാവും സംഭവിച്ചിരിക്കാൻ സാധ്യത.